is a waterfall of windmills and rockets and empty baskets. In my heart is a waterfall, bleeding pine trees and lit up windows. Hi friends, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളിന്ന് ഞങ്ങളുടെ അങ്കിൾമാരുടെ വീട്ടിലേക്കൊക്കെ പോവാണ്. ഓൾറെഡി ഒരു പ്രാവശ്യം ഞങ്ങൾ പോയായിരുന്നു 2 അങ്കിൾമാരുടെ വീട്ടിൽ. പക്ഷെ അന്ന് ആൽവിനൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൽവിനൊക്കെ വന്നതിന് ശേഷം ഒന്നും കൂടെ പോകണം. പിന്നെ അന്ന് പോകാത്ത ഒരു അങ്കിളുടെ വീടും കൂടി ഉണ്ട്. അപ്പോൾ അവിടേക്കും പോകണം. അപ്പോൾ പറ്റുന്ന വീടുകൾ മാക്സിമം കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം നമുക്ക് ദിവസവും കുറവാണ്, ടൈമും കുറവാണ്, മഴ പിടിക്കാണ്. അപ്പോൾ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറ്റാവുന്ന വീടുകളൊക്കെ കവർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ ആണ്. ഞങ്ങളിപ്പോൾ ഇറങ്ങിയേക്കുന്നത് 2:45 കേട്ടോ. ചെറിയ മഴയൊക്കെ ഉണ്ട്, ചെറുതായിട്ട് മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അന്നമന്നയുടെ കൂടി ആണ് പോകുന്നത്. അപ്പോൾ ആദ്യം മള്ളിശ്ശേരിയിലുണ്ട് ഞങ്ങളുടെ ഏറ്റവും മൂത്ത അങ്കിളിൻ്റെ വീട് മള്ളിശ്ശേരിയിലാണ്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോകണം. അപ്പോൾ നമ്മൾ അന്നമന്നയുടെയൊക്കെ കഴിഞ്ഞ് പോത്തുശ്ശേരി കഴിഞ്ഞ് അങ്ങനെ പോകണം. പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഇത്തിരി ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിക്കണം. അതും കൂടെ വാങ്ങിച്ചിട്ട് വേണം പോകാനായിട്ട്. മഴ അങ്ങനെ പെയ്യാണ്ട് എങ്ങനെയൊക്കെ നിൽക്കായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ചെറിയ മഴയൊക്കെ ആയിട്ടൊന്നും കുഴപ്പമില്ല. വലിയ മഴ വന്നാൽ നമുക്ക് ട്രാവലിങ്ങും ബുദ്ധിമുട്ടാണ്. ഞങ്ങളിതേ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അന്നമനടയിലുള്ള മോദി ബേക്കറി നമ്മൾ ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ചേക്കണം. അവിടെ ഒരുവിധം ഐറ്റംസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഐറ്റംസൊക്കെ വാങ്ങിച്ച് ഇതെല്ലാം വണ്ടിയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ. ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ച് അന്നമനടയിൽ നിന്ന് പോന്ന് പാലിശ്ശേരി പോത്തുശ്ശേരി ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതേ മൂഴിക്കുളത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ കുറച്ചും കൂടെ പോകാനുണ്ട്. ആൻറ്റി എന്തായാലും ഇവിടെ ഉണ്ട്. ഞങ്ങളങ്ങനെ ആൻറ്റിയുടെ വീട്ടിലെത്തി. അങ്ങനെ ഇതാ വീടിൻ്റെ അകത്ത് കയറി. പിന്നെ അതേ ആൻറ്റിയോട് കുറേ സമയം കുത്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇനി ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. ആൻറ്റി വറുത്ത കായ വറുത്തത്, ബിസ്ക്കറ്റ്, റംബൂട്ടാൻ, നേന്ത്രപ്പഴം, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസും ചായയൊക്കെ ആയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോവാം. ഇത് ആൻറ്റി വറുത്തതാ, നല്ലതാണ്. കഴിക്കാം എല്ലാം കഴിക്കാം. മോളെ ഇത് തിന്നോക്കിയ നല്ലതാണ്. നമ്മൾ ആൻറ്റിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആൻറ്റിക്ക് നമ്മളെ തീറ്റിക്കാനും കുടിപ്പിക്കാനൊക്കെ ഒരു പ്രത്യേക കഴിവാട്ടോ. ചായ മാത്രമല്ല, പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളെ കൊണ്ട് കുടിപ്പിക്കുന്നുണ്ട്. അനുഗ്രഹിക്കുന്ന ദൈവമേ, എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്ക് കൊടുക്കുന്ന ഈശോയെ ആകത്തോളം കഴിയുന്നവരെ കാത്തു രക്ഷിക്കാനേ. അവിടുന്ന് പോരുന്നതിന് മുമ്പായിട്ട് ആൻറ്റി പ്രാർത്ഥിച്ച് ഞങ്ങളെല്ലാവരും ബ്ലെസ് ചെയ്തിട്ടൊക്കെ കേട്ടോ വിട്ടത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മുറ്റത്തിറങ്ങി. പിന്നെ ആൻറ്റിയൊക്കെ ആയിട്ട് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ എല്ലാവരും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ആൻറ്റിയോട് ബൈ ബൈ പറഞ്ഞ് അങ്ങനെ ദേ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിൽ പോയി ആൻറ്റീനെയൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ആൻറ്റിയുടെ പ്രാർത്ഥനയും ബ്ലെസ്സിങ്സൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി ഞങ്ങളുടെ വേറെ 2 അങ്കിൾമാരുള്ള വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു കുറച്ച് ദിവസം മുമ്പ് വന്നായിരുന്നു. ചേട്ടൻ്റെ അമ്മേനെയും അപ്പനെയൊക്കെ കൂട്ടി ഞങ്ങൾ വന്നായിരുന്നതാണ്.
പക്ഷെ ആൽവിൻ വന്നിട്ട് അങ്ങടേക്ക് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആൽവിനെയും കൂട്ടി വീണ്ടും പോകണം. അപ്പോൾ ഞങ്ങളങ്ങനെ ദേ പോകുന്നത് മുഴിക്കുളം പള്ളിയുടെ ദേ ഫ്രണ്ടിലെത്തിയിട്ടോ. Come from the inside. Do you believe in magic? അങ്ങനെ ഞങ്ങളിത് രണ്ടങ്കിളുമാരുള്ള വീട്ടിലേക്ക് എത്തി. അപ്പൊ അങ്കിളുമാര് രണ്ടുപേരും പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. ഞങ്ങൾ അച്ചാച്ചന്മാരും നട്ടു വിളിക്കണേ. അപ്പൊ അവർ രണ്ടുപേരും പുറത്തുണ്ട്. പക്ഷെ ആന്റിമാര് കുർബാനയ്ക്ക് പോയേക്കാണ്. അപ്പൊ അവിടെ അടുത്ത് തന്നെയാണ് വേറൊരു അങ്കിള് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഓർത്തു അവിടെ പോയിട്ട് വരാം, അപ്പോഴേക്കും ഒരു കുർബാന കഴിഞ്ഞ് എത്തൂലോന്ന്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് തിരിക്കണം. ഇപ്പൊ തന്നെ വേഗം അപ്പുറത്ത് പോയി അവിടെയുള്ള അങ്കിളിനെ ആന്റീനെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് വെച്ചു. ഇനി ഞങ്ങൾ ഇവിടുന്ന് അടുത്ത അങ്കിളിന്റെ വീട്ടിലേക്ക് പോകണം, അടുത്ത അച്ചാച്ചൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇവിടുന്ന് ഒരു കുറച്ച് ദൂരമുള്ളൂ, അധികം ദൂരമൊന്നുമില്ല, പെട്ടെന്ന് എത്തും അടുത്ത അങ്കിളിന്റെ വീട്ടിൽ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ അവിടെ ആൻറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം എന്തായാലും ആൻറ്റി ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇരുട്ടായി വരാണ്, നല്ല വേഗത്തിൽ പോയി വേഗം വരാമെന്ന് വെച്ച് പോകണം. ഇനി ഇവിടുന്ന് ആൻറ്റീനെയും അങ്കിളിനെയും കണ്ടിട്ട് തിരിച്ച് ഞങ്ങൾക്ക് അവരുടെ വീട്ടിലേക്ക് തന്നെ പോകണം. കാരണം ആൻറ്റിമാരെയൊന്നും കാണാൻ പറ്റില്ല, അവർ കുർബാനയ്ക്ക് പോയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ അടുത്ത അങ്കിളിൻ്റെ വീട്ടിലെത്തി. ഇവിടെ ഞങ്ങളിതേ അങ്കിളിനോട് ആൻറ്റിയോടൊക്കെ കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞ് വേഗത്തിൽ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. കാരണം ഇനി അപ്പുറത്ത് ഞങ്ങൾക്ക് വീണ്ടും പോകേണ്ടതാണ്, വേറെ രണ്ട് അങ്കിളുമാരുള്ള വീട്ടിൽ. അപ്പം അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഞങ്ങളിതേ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം അങ്ങനെ ഇവിടുത്തെ അങ്കിളിനെ പോയി കണ്ട് അങ്കിളിനെ ആൻറ്റീനെയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ദേ വീണ്ടും നമ്മൾ മുമ്പ് വന്ന അതേ വീട്ടിലേക്ക് തന്നെ വരണ്ട. അതെ, ഇവിടെ ആന്റിയൊക്കെ എത്തിയിട്ടുണ്ട്. കുർബാനയൊക്കെ കഴിഞ്ഞ് അവരിത് ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തിയപ്പോഴേക്കും ആന്റിമാര് കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ അവിടെ ഇരുന്നൊക്കെ വർത്താനൊക്കെ പറയണ, ചായ കുടിക്കണ്. അപ്പോൾ ആന്റി ചക്ക അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്കട നാട്ടിൽ വന്നിട്ട് ഇപ്രാവശ്യം ഫസ്റ്റ് ടൈം കഴിക്കുന്ന. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മാങ്ങ ചെത്തിപ്പുളിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് സമയം അവരോട് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോഴേക്കും തന്നെ നല്ല ഇരുട്ടായിട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ വീട്ടിലെത്തുമ്പോഴേക്കും നല്ല രാത്രിയാവും. ശരി, ബൈ ബൈ. അപ്പൊ ശരി, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. അവരെല്ലാവരെയും കണ്ട് അമ്മയുടെ ആങ്ങളമാരെയും അതുപോലെ ആന്റിമാരെയും ഒക്കെ കണ്ട് സന്തോഷമായിട്ട് ഞങ്ങൾ ഇതേ തിരിക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് എല്ലാം കുറച്ച് വൈകിയേ വരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും എന്നോട് കോപ്പറേറ്റ് ചെയ്തെന്ന് കരുതുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കൂടെ വരാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.